എക്സാം അടുത്തു തുടങ്ങി. നമുക്കങ്ങനെ പഠിക്കണം 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 എന്നിങ്ങനെ ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങോട്ട് പഠിക്കാനായിട്ട് പറ്റുന്നില്ല അല്ലെ. ഒരു തോന്നൽ അങ്ങോട്ട് വരുന്നില്ല. പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും പഠിക്കാൻ ഒരു മൂഡ് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. അതിന് വേണ്ടിയിട്ട് ഇപ്പൊ എന്ത് ചെയ്യും? അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റിവാർഡ് യുവർ സെൽഫ്. അതായത് നമുക്കിപ്പോൾ ഒരു കോമ്പറ്റീഷനിൽ നമ്മൾ പങ്കെടുത്തു എന്ന് വിചാരിക്കാം. അപ്പം അതിൽ നമുക്ക് സമ്മാനം കിട്ടില്ലേ? സമ്മാനം എന്തിനാണ് നമുക്ക് തരുന്നത്? അപ്പം നമുക്കൊരു മോട്ടിവേഷനും ഭയങ്കര സന്തോഷമൊക്കെ ആവും അല്ലേ? അപ്പം നമുക്ക് വീണ്ടും ആ കോമ്പറ്റീഷനിൽ നല്ലോണം വീണ്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും നല്ലോണം അതിൽ നല്ല ആക്റ്റീവായിട്ട് പങ്കെടുക്കാനൊക്കെ നമുക്ക് വീണ്ടും ഒരു ഭയങ്കര ഒരു ത്രില്ലായിരിക്കും അല്ലേ? കാരണം അത്രയും മോട്ടിവേറ്റഡ് ആവും നമുക്കൊരു ഗിഫ്റ്റ് കിട്ടുന്ന സമയത്ത് അല്ലെ. അതേപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഗിഫ്റ്റ് തരാനായിട്ട് വേറൊരാളുടെ ആവശ്യമില്ല, നമ്മൾ മാത്രം മതി അല്ലെ. നമ്മൾ തന്നെ എന്ത് ചെയ്യുക? ഒരു ടൈം ലിമിറ്റ് വെക്കുക. ആ ടൈം ലിമിറ്റിനുള്ളിൽ ഞാൻ ഇത്ര പോർഷൻസ് പഠിക്കും എന്നുള്ളത് വിചാരിക്കുക. അത് അത്രയും പോർഷൻസ് പഠിച്ച് തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ഗിഫ്റ്റ് അങ്ങ് കൊടുക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. വല്ല ചോക്ലേറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കുറച്ച് സമയം ഇത്രയും പോർഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സമയം എനിക്ക് ഇഷ്ടമുള്ള ഒരു TV-യിൽ ഏതെങ്കിലും ഇത് കാണും, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഗെയിം കളിക്കും. അങ്ങനെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, എന്ത് തരത്തിലുള്ള റിവാർഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ നമുക്കൊരു സമ്മാനം, ഒരു ഗിഫ്റ്റ് നമുക്ക് അത്രയും നമ്മൾ അധ്വാനിച്ച് അല്ലെങ്കിൽ നമ്മൾ അത്രയും സമയം മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു മോട്ടിവേഷൻ ആവില്ലേ അല്ലെ? വീണ്ടും വീണ്ടും പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ ആയിട്ട് അത് മാറും. രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സെലക്ട് എ കാം എൻവയോൺമെന്റ്. അതായത് നമ്മൾ പഠിക്കുന്ന സമയത്ത് കുറച്ച് അത്യാവശ്യം സമാധാനമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് പഠിച്ച കാര്യങ്ങളൊക്കെ തല കയറുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ബഹളമൊക്കെയുള്ള ഭയങ്കര അത്രയും ബുദ്ധിമുട്ടുള്ള കുറേ സൗണ്ടും അത്രയും തിക്കും തിരക്കൊക്കെ ആയിട്ടുള്ള സ്ഥലത്തൊക്കെ ഇരുന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോകും. അതേപോലെ തന്നെ പഠിച്ച കാര്യങ്ങളൊന്നും വേഗമൊന്നും നമ്മുടെ തലയിൽ നിൽക്കില്ല അല്ല. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരേ ടോപ്പിക്ക് തന്നെ നമ്മൾ കുറേ സമയം ഇരുന്ന് പഠിക്കേണ്ടി വരും. അപ്പം നമ്മളിപ്പോൾ അതിന് വേണ്ടിയിട്ട് മിസ് ഇപ്പോൾ പറയുന്നത് ഒരു വലിയൊരു സ്റ്റഡി റൂം തന്നെ നമുക്ക് വേണം, അങ്ങനെയൊന്നല്ല. നമ്മുടെ വീടിന്റെ ഒരു മൂലയ്ക്ക് ഇരുന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടിയും കുറച്ച് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കുക. ഇതേപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം എന്ത് ചെയ്യുക? ഒന്ന് അടുക്കി പറക്കി കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ പൊസിഷനിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് നമ്മുടെ സ്റ്റിക്കി നോട്ട്സ്. അപ്പോൾ ഈ സ്റ്റിക്കി നോട്ട്സ് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെയാണ് നിങ്ങൾ പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതിയിടാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് നേരെ അങ്ങ് എടുത്തിട്ട് നമ്മൾ കാണുന്ന സ്ഥലത്ത്, നമ്മളെപ്പോഴും പഠിക്കുന്ന സ്ഥലത്ത് ഡയറക്റ്റ് ആയിട്ട് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എപ്പോഴും ഓർമ്മയിൽ നിൽക്കും, പഠിച്ചൊന്നും മറന്നും പോവില്ല. ടിപ്പ് നമ്പർ 3, ഡോണ്ട് സ്റ്റഡി ഓൺലി വൺ സബ്ജക്ട് ഇൻ എ ഡേ. അതായത് ഒരു ദിവസം ഒരു സബ്ജക്ട് മാത്രം ഇരുന്ന് പഠിക്കരുത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പല പല സബ്ജക്റ്റുകൾ മാറ്റി പഠിക്കാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ദിവസം ഒരു 1 hour നമുക്ക് ടഫ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് പഠിച്ചു എന്ന് വെക്കാം. പിന്നെ നമ്മൾ വീണ്ടും അതേ ടഫ് ആയിട്ടുള്ള സബ്ജക്ട് തന്നെ ഇരുന്ന് ഫുൾ ഡേ ഇരുന്ന് പഠിക്കാൻ നിൽക്കരുത്. അപ്പൊ നമ്മൾ വിചാരിച്ച അത്രയ്ക്ക് ഔട്ട് കിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോൾ 1 മണിക്കൂർ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മാത്സ് ആണ് ടഫ് എന്നുണ്ടെങ്കിൽ മാത്സ് നിങ്ങൾ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇനി അതിനുശേഷം വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് ഈസിയുള്ള സബ്ജക്ട് ഇരുന്ന് പഠിക്കാം. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുക? അങ്ങനെ മാറ്റി മാറ്റി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കാതെ നല്ല ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ഔട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. ടിപ്പ് നമ്പർ 4, ടേക്ക് എ ബ്രേക്ക്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒറ്റയടിക്ക് നമ്മൾ ഭയങ്കര ആവേശത്തിൽ ഇങ്ങനെ ഫുൾ ടൈം ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും തലയിൽ കയറിയില്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്ത് പഠിക്കണം. അതായത് ഫോർ എക്സാമ്പിൾ ഒരു 20 മിനിറ്റ്സ് കഴിയുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു 5 minutes ബ്രേക്ക് എടുക്കുക. അങ്ങനെ നമ്മൾ ബ്രേക്ക് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ബ്രെയിൻ ഒരു സമാധാനം കിട്ടും അല്ലെ, ഒരു റിലാക്സേഷൻ കിട്ടും. പിന്നെ അതേപോലെ തന്നെ വീണ്ടും നമുക്ക് എഫക്റ്റീവായിട്ട് നല്ല ആവേശത്തോട് കൂടെ ഇരുന്ന് പഠിക്കാനായിട്ടും പറ്റും. അപ്പൊ പഠനം എന്നുള്ളത് ഭയങ്കര വലിയ സംഭവമായിട്ടോ നമുക്ക് തോന്നില്ല, ഭയങ്കര നമുക്ക് ഇഷ്ടത്തോടെ കൂടെ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള നമ്മുടെ 5ാമത്തെ ടിപ്പ്. ഈ 5ാമത്തെ ടിപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ആദ്യത്തെ 4 ചെയ്തിട്ട് ഈ 5ാമത്തെ മാത്രം നമ്മൾ മിസ്സാക്കി കളഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ചെയ്ത് മൊത്തം കുതാഹവയായിട്ട് പോകും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ 5ാമത്തെ ടിപ്പ് കൊഞ്ചം ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. 5ാമത്തെ ടിപ്പാണ് നമ്മുടെ റിവിഷൻ.
റിവിഷൻ എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്. വീക്കിലി റിവിഷൻ ഉണ്ട്, അതേപോലെ തന്നെ എക്സാം ആകുന്ന സമയത്ത് എക്സാമിന്റെ തൊട്ട് മുന്നോടിയായിട്ടുള്ള ഒരു റിവിഷൻ ഉണ്ട്. ഈ 2 റിവിഷൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ വിചാരിച്ച പോലെ ഏറ്റവും നല്ല മാർക്ക് തന്നെ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഓരോ വീക്കെൻഡിൽ നമ്മൾ എന്തൊക്കെയാണോ പഠിച്ചിട്ടുള്ളത് അതെല്ലാം അത് എന്ത് ചെയ്യണം, ആ ആഴ്ചയിൽ തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ റിവൈസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ ഷോർട്ട് നോട്ടുകളും ഒക്കെ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് തന്നെ റിവൈസ് ചെയ്യുക. അതേപോലെ തന്നെ എക്സാമിന്റെ സമയമാകുന്ന സമയത്ത് നമ്മൾ തിയറി എല്ലാം നമുക്ക് കൂടുതലായിട്ട് റിവൈസ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാം എടുക്കുന്ന സമയത്ത് അതിന് മുന്നേ തന്നെ നമ്മൾ തിയറി സെറ്റ് ആക്കിയിട്ടുണ്ടല്ലോ, അപ്പൊ ആ സമയത്ത് നമ്മൾ കൂടുതലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വേണം നമ്മൾ റിവൈസ് ചെയ്യാനായിട്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ സെറ്റ് ആയിരിക്കും. അപ്പൊ ഈ ടിപ്പുകളൊക്കെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്നാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ പോയിട്ട് ട്രൈ ചെയ്യും മിസ്, ഞങ്ങൾ എന്തായാലും സെറ്റ് ആക്കും, റെഡിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ചെയ്യുക. വേഗം തന്നെ കുറച്ച് ഹാർട്ട് ഇമോജിസും ഫയർ ഇമോജിസും ഒക്കെ അങ്ങോട്ട് നിറച്ചോളൂ. ഓക്കെ, ഒപ്പം തന്നെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലുള്ള ഇനിയും വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നാണെന്നുണ്ടെങ്കിൽ അതൊക്കെ വേഗം തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആകും എന്നറിയാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒത്തിരി വീഡിയോസ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് തരാനായിട്ട് നമ്മൾ ഫുള്ള് റെഡിയാണ്.